നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഹൈപ്പോത്തസിസ് എന്താണെന്നും അതിൻ്റെ ഒരു തിയററ്റിക്കൽ ആസ്പെക്ട്സ് ഒക്കെ ഡിസ്കസ് ചെയ്തു. ഇനി ഈ ഒരു വീഡിയോയിൽ ഹൈപ്പോത്തസിസിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഹൈപ്പോത്തസിസിൻ്റെ ക്രക്സ് എന്ന് പറയുന്നത് ഡിവിഡൻഡ് പോളിസി വാല്യൂ ഓഫ് ഷെയറിനെയോ മാർക്കറ്റ് വാല്യൂ ഓഫ് ഫേമിനെയോ എഫക്റ്റ് ചെയ്യുന്നില്ല. ഡിവിഡൻഡ് പേയ്മെൻറ്റ് നടത്തിയാലും ഡിവിഡൻഡ് പേയ്മെൻറ്റ് നടത്തിയില്ലേലും വാല്യൂ ഓഫ് ഷെയറോ മാർക്കറ്റ് വാല്യൂ ഓഫ് ഫേമിനോ മാറ്റം വരാൻ പോകുന്നില്ല. അപ്പോൾ ആ ഒരു ക്രക്സിനെ നമ്മൾ പ്രൂവ് ചെയ്യാനാണ് ഈ ഒരു പ്രോബ്ലംസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലംസ് ചെയ്യുമ്പോൾ വാല്യൂ ഓഫ് ഷെയർ ഒരേപോലെ തന്നെയാണ് നിൽക്കുന്നതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. The Vikas Engineering Limited currently has 1 lakh outstanding shares selling at ₹100 each. The firm has net income of ₹10 lakh and wants to make an investment of ₹20 lakh during the period. The firm is also thinking of declaring of dividend of ₹5 per share at the end of the current fiscal year. The firm's opportunity cost of capital is 10%. What will be the price of share at the end of the year if first question, dividend is not declared. Second question, dividend is declared. And third one is how many new shares must be issued. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നത് വികാസ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനിക്ക് 100 രൂപക്ക് വിൽക്കുന്ന 1 ലക്ഷം ഷെയർസ് ഉണ്ട്. ഫേമിൻ്റെ നെറ്റ് ഇൻകം എന്ന് പറയുന്നത് 10 lakh ആണ്. അതേപോലെ ഫേമിന് ഒരു 20 ലക്ഷം രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതേപോലെ കമ്പനി അറ്റ് ദ എൻഡ് ഓഫ് ദ പീരീഡിൽ ₹5 പെർ ഷെയർ ഡിവിഡൻ്റായിട്ട് ഡിക്ലെയർ ചെയ്യാനും ഉദ്ദേശിക്കുന്നു. പിന്നെ ലാസ്റ്റ് പറയുന്നുണ്ട് ഫേമിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇക്വിറ്റി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10% ആണ്. 10% എന്ന് പറയുന്നത് 0.10. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് ഈ ഒരു വാട്ട് വിൽ ബി ദ പ്രൈസ് ഓഫ് ഷെയർ, മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ എത്രയായിരിക്കും. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നില്ല എങ്കിൽ ആ കമ്പനിയുടെ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ എത്രയായിരിക്കും. ഈ ഒരു ഡീറ്റെയിൽസ് വെച്ച് മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ എത്രയായിരിക്കും. അതേപോലെ തന്നെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ 5 രൂപയുടെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ എത്രയായിരിക്കും. അതേപോലെ പറഞ്ഞിട്ടുണ്ട് 20 ലക്ഷം രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കമ്പനിയുടെ ഇപ്പോഴത്തെ നിലവിലുള്ള ഏർണിങ്സ് വെച്ച് എത്ര നമ്പർ ഓഫ് ന്യൂ ഷെയർസ് കൂടി ഇഷ്യൂ ചെയ്താലാണ് ആ ഒരു 20 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ കമ്പനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതും കൂടി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടേഷനിൽ നമ്മൾ കഴിഞ്ഞ ആ വീഡിയോയിൽ പറഞ്ഞ ആ ഒരു ബേസിക് ഇക്വേഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. P1 = P0 × 1 + Ke - D1. അപ്പോൾ ആ ഒരു ഇക്വേഷനിലോട്ട് വേണ്ട എല്ലാ ഐറ്റംസും നമ്മളിവിടെ ഈ ക്വസ്റ്റ്യനിൽ തന്നെ അവൈലബിൾ ആണ്. 1 lakh എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷെയർ ആണ്. 100 എന്ന് പറയുന്നത് P0 ആണ്. നെറ്റ് ഇൻകം ഓഫ് ₹10 lakh എന്ന് പറയുന്നത് കമ്പനിയുടെ ഏർണിങ്സ് ആണ്. I എന്ന് പറയുന്നത് 20 lakh ആണ്. 5 എന്ന് പറയുന്നതാണ് മാർക്കറ്റ് ഡിവിഡൻഡ്. ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10%, 0.10 Ke. അപ്പോൾ നമ്മൾ ആ ഡീറ്റെയിൽസൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതാം. P0 = 100, Ke = 10%, 0.10. D1 എന്ന് പറയുന്നത് ₹5 ആണ്. I എന്ന് പറയുന്നത് 20 lakh ആണ്. അതേപോലെ E എന്ന് പറയുന്നത് 10 lakh ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിലോട്ട് നമ്മൾ ഈ ഒരു ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. വെൻ ഡിവിഡൻഡ് പേയ്മെൻറ്റ് നടത്തുന്നില്ല എങ്കിൽ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ എത്രയെന്നാണ് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ഒരു ഇക്വേഷനിലോട്ട് നമ്മൾ ഡീറ്റെയിൽസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. P1 = P0 × 1 + Ke - D1. P0ൻ്റെ വാല്യൂ നമുക്കറിയാം 100. 1 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. പ്ലസ് Ke എന്ന് പറയുന്നത് 0.10 ആണ്. മൈനസ് D1 ഡിവിഡൻഡ് പേയ്മെൻറ്റ് നടത്താത്തത് കൊണ്ട് തന്നെ ആ ഒരു കേസിൽ പറയുന്നത് ഡിവിഡൻഡ് പേയ്മെൻറ്റ് നടത്തുന്നില്ല എങ്കിൽ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ എത്രയെന്ന് കണ്ടുപിടിക്കാനാണ്. അതുകൊണ്ട് അവിടെ D1 = 0. അപ്പോൾ ആ ഒരു ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ 100 × 1 + 0.10 - 0 എന്ന് പറയുന്നത് ₹110 കിട്ടും. ഡിവിഡൻഡ് പേയ്മെൻറ്റ് നടത്തുന്നില്ല എങ്കിൽ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ = ₹110. ഇനി സെക്കൻഡ് വൺ പറയുന്നതാണ് വെൻ ഡിവിഡൻഡ് ഈസ് പെയ്ഡ്. 5 രൂപയുടെ ഡിവിഡൻഡ് പേയ്മെൻറ്റ് നടത്തുവാണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ എത്രയായിരിക്കും, കമ്പനിയുടെ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ എത്രയായിരിക്കും. P1 = P0 ആ ഒരു സെയിം ഇക്വേഷൻ തന്നെയാണ്. പക്ഷേ ഈ ഒരു D1ൻ്റെ എമൗണ്ട് കൂടി ഇക്വേഷനിലോട്ട് വരുന്ന മാത്രമേ ഒരു ഡിഫറൻസ് ഉള്ളൂ. P0ൻ്റെ വാല്യൂ 100, 1 + Ke എന്ന് പറയുന്നത് 0.10 തന്നെയാണ്. D1 എന്ന് പറയുന്നത് ഡിവിഡൻഡ് പേയ്മെൻറ്റ് നടത്തുന്നതുകൊണ്ട് തന്നെ 5 ആയിട്ട് വരും. അപ്പോൾ ഒരു ഇക്വേഷൻ 100 × 1 + 0.10 - 5.
100 ഇൻറ്റു 1 പ്ലസ് 0.10 എന്ന് പറയുന്നത് 110. 110 മൈനസ് 5 ഈക്വൽ ടു ₹105. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡിവിഡൻഡ് പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ കമ്പനിയുടെ പ്രൈസ്, മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ എന്ന് പറയുന്നത് ₹105 ആണ്. നമ്മൾ ഇവിടെ തന്നെ ഒരു അനാലിസിസ് നടത്തുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവാം കമ്പനി ഈ ഒരു അറ്റ് ദ എൻഡ് റിട്ടേൺ കിട്ടുന്നത് സെയിം എമൗണ്ട് ആയിരിക്കും. ഡിവിഡൻഡ് പേയ്മെൻറ്റ് നടത്തുന്നില്ല എങ്കിൽ ഷെയർ ഹോൾഡറിന് 110 എന്നുള്ള ഒരു റിട്ടേൺ കിട്ടുമെങ്കിലും ഡിവിഡൻഡ് പേയ്മെൻറ്റ് നടത്തുന്നു എങ്കിൽ 105 കിട്ടുന്നുള്ളൂ. പക്ഷേ അറ്റ് ദ എൻഡ് ആ ഒരു ₹5 ഡിവിഡൻറ്റും കൂടി ഈ ഒരു 105 ആഡ് ചെയ്യുമ്പം ഷെയർ ഹോൾഡേഴ്സിൻ്റെ അറ്റ് ദ ഹോൾ അവരുടെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് 110 ആണ്. 110 തന്നെയാണ് ഡിവിഡൻഡ് പേയ്മെൻറ്റ് നടത്തിയാലും ഇല്ലെങ്കിലും. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് നമ്പർ ഓഫ് ന്യൂ ഷെയർസ് ടു ബി ഇഷ്യൂഡ്. ഒരു 20 ലക്ഷത്തിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിയുടെ ഏർണിങ്സ് 10 lakh ആണെന്നും പറയുന്നു. ആ ഒരു 10 lakh വെച്ചിട്ട് എത്ര നമ്പർ ഓഫ് ന്യൂ ഷെയർസ് കൂടി ഇഷ്യൂ ചെയ്താലാണ് ഈ ഒരു 20 lakhൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതിന് നമ്മൾ യൂസ് ചെയ്ത ഇക്വേഷൻ തന്നെയാണ് ഡെൽറ്റ n ഈക്വൽ ടു I മൈനസ് E മൈനസ് ND1 ഡിവൈഡഡ് ബൈ P1. ഈ ഇക്വേഷനിലോട്ട് വേണ്ട ഐറ്റംസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. I എന്ന് പറയുന്നത് 20 lakh ആണ്. ഈ കമ്പനിയുടെ എന്ന് പറയുന്നത് കമ്പനിയുടെ ഏർണിങ്സ് 10 lakh ആണ്. ND1 എന്ന് പറയുന്നത് N ഇൻറ്റു D1 ആണ്. N നമുക്കറിയാം 1 lakh ആണ്. അതേപോലെ D1 എന്ന് പറയുന്നത് ₹5 ആണ്. 1 lakh ഇൻറ്റു 5 lakh കിട്ടും. അപ്പോൾ 20 lakh മൈനസ് 10 lakh മൈനസ് 5 lakh ഡിവൈഡഡ് ബൈ 105. 20 lakh മൈനസ് 5 lakh ഡിവൈഡഡ് ബൈ 105 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ നമ്പർ ഓഫ് ന്യൂ ഷെയർസ് ടു ബി ഇഷ്യൂഡ് നമ്മൾക്ക് കിട്ടുന്നത് 14,285 ഷെയർസ് ആണ്. ഈ ഒരു 20 lakhൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കമ്പനി കറണ്ടായ മാർക്കറ്റ് പ്രൈസ് വെച്ച് 14,285 നമ്പർ ഓഫ് ഷെയർസ് കൂടി ഇഷ്യൂ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. ഇതാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതാണ് ഒരു ബേസിക് ഹൈപ്പോത്തസിസിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. Z Limited belongs to a risk class of which the appropriate capitalization rate is 12%. It currently has 90,000 shares selling at ₹100 each. The company is considering declaration of dividend of ₹5 per share at the end of the current fiscal year. Answer the following question based on model and assumption of no taxes. First one, what will be the price of the share at the end of the year if a dividend is not declared? Second one, what will be the price of share if dividend is declared? And third one, assuming that company pays dividend, has net income of ₹12 lakhs and makes a new investment of ₹25 lakhs, how many new shares should be issued? നമുക്ക് കണ്ടാൽ മനസ്സിലാവും നേരത്തെ പറഞ്ഞ അതേ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്ക് വേണ്ട ഇക്വേഷനിലോട്ട് വേണ്ട എല്ലാ ഇൻഫോർമേഷനും നമുക്ക് റെഡിലി അവൈലബിൾ ആണ്. നമുക്ക് കണ്ടാൽ മനസ്സിലാവും Z Limited എന്ന് പറയുന്ന കമ്പനിക്ക് ₹100 വിൽക്കുന്ന 90,000 ഷെയർസ് ഉണ്ട്. ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് 12% ആണ്, അതായത് 0.12 ആണ്. കമ്പനി അറ്റ് ദ എൻഡ് ഓഫ് ദ പീരീഡ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ₹5 ആണ്. ഈ ഒരു ഇൻഫർമേഷൻ അതേപോലെ കമ്പനിയുടെ പ്രസൻറ്റ് ഏർണിങ്സ് 12 lakh ആണ്. കമ്പനി ഒരു പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് 25 lakh. ആ ഒരു കമ്പനിയുടെ ആ ഒരു 12 lakh ഏർണിങ്സ് വെച്ച് ഈ ഒരു 25 lakh ഇൻവെസ്റ്റ്മെൻറ്റ് കൂടി നടത്തണമെങ്കിൽ ആ ഒരു കറണ്ട് മാർക്കറ്റ് പ്രൈസ് വെച്ച് എത്ര നമ്പർ ഓഫ് ന്യൂ ഷെയർസ് ഇഷ്യൂ ചെയ്യണം. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ആൻസർ ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ ചെയ്ത അതേ ഇക്വേഷൻസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. യാതൊരു വിധത്തിലുള്ള ഡിഫറൻസും ഇല്ല. അതായത് P1 ഈക്വൽ ടു P0 ഇൻറ്റു 1 പ്ലസ് KE മൈനസ് D1. എല്ലാ ഇൻഫർമേഷനും നമുക്ക് അവൈലബിൾ ആണ്. P1 കണ്ടുപിടിക്കണം. P0 എന്ന് പറയുന്നത് 100 ആണ്. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തത് ₹5 ആണ്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ 12% ആണ്, ദാറ്റ് ഈസ് 0.12. അപ്പോൾ ആ ഒരു ഇക്വേഷനിലോട്ട് നമുക്ക് നമ്മൾ ഈ ഇൻഫർമേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. P1 ഈക്വൽ ടു P0 ഇൻറ്റു 1 പ്ലസ് KE മൈനസ് D1. ഇപ്പോൾ P0 എന്ന് പറയുന്നത് 100 ആണ്. 1 പ്ലസ് 0.12 മൈനസ് ഡിവിഡൻഡ് ഒന്നും ഡിക്ലെയർ ചെയ്യാത്തതുകൊണ്ട് D1ൻ്റെ എമൗണ്ട് വിൽ ബി 0. അപ്പോൾ ആ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ₹112 കിട്ടും.
ഇനി സെക്കൻഡ് ചോദിക്കുന്നത് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുവാണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ എത്രയാണെന്നാണ്. അപ്പോൾ ഒരു ഡിവിഡൻഡിൻ്റെ എമൗണ്ടിൽ ₹5 കൂടി വരും. P1 = P0 × 1 + KE - D1 100 × 1 + 0.12 - 5 എന്നുള്ള ആ ഒരു ഡിവിഡൻഡിൻ്റെ എമൗണ്ട് കൂടി വരുന്നുള്ളൂ എന്നതാണ് ഡിഫറൻസ് വരുന്നുള്ളൂ. അപ്പോൾ 112 - 5 = ₹107. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ 107, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നില്ല എങ്കിൽ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ 112. ഇനി നമ്മളോട് ചോദിക്കുന്നത് 25 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കമ്പനി എത്ര നമ്പർ ഓഫ് ന്യൂ ഷെയർസ് ഇഷ്യൂ ചെയ്യണമെന്നാണ്. അപ്പോൾ നമുക്ക് നേരത്തെ യൂസ് ചെയ്ത പോലത്തെ ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടും ഈ ഒരു നമ്പർ ഓഫ് ന്യൂ ഷെയർസ് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വഴിയും നമുക്ക് ഈ ഒരു നമ്പർ ഓഫ് ന്യൂ ഷെയർസ് ടു ബി ഇഷ്യൂഡ് കണ്ടുപിടിക്കാം. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വഴി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ളത്. രണ്ട് മെത്തേഡിലും ചെയ്തിട്ടുണ്ട്. ഇക്വേഷൻ വഴിയാണ് കൂടുതൽ ഈസി ആയിട്ട് തോന്നുക. പക്ഷെ നമുക്ക് ഈ ഒരു മെത്തേഡ് കൂടി നോക്കാം. കാൽക്കുലേഷൻ ഓഫ് നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ്. നെറ്റ് ഇൻകം എന്ന് പറയുന്നത് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്താലും ഇല്ലെങ്കിലും എത്ര നമ്പർ ഓഫ് ന്യൂ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ നെറ്റ് ഇൻകം എന്ന് പറയുന്നത് രണ്ട് കേസിലും 12 lakh തന്നെയാണ്. അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പിന്നെ ലെസ് ഡിവിഡൻഡ് പെയ്ഡ്. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തത് ₹5 ആണ്. അതേപോലെ 90,000 ഷെയർസും ഉണ്ടെന്ന് പറയുന്നുണ്ട്. 90,000 ഷെയറും ₹5. 90,000 അതായത് നമുക്ക് ക്വസ്റ്റ്യനിൽ നോക്കാം. ഇതാണ് 90,000 അറ്റ് ₹. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് 5 ആണ്. അപ്പോൾ ആ ഒരു 90,000 × 5 ചെയ്യുമ്പോൾ നമുക്ക് 4,50,000 കിട്ടും. അപ്പോൾ പക്ഷേ ഡിവിഡൻഡ് ഡിക്ലെയർ ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ ആ ഒരു ഡിവിഡൻഡിൻ്റെ എമൗണ്ട് നില്ലായിട്ട് വരും. അപ്പോൾ ആ ഏർണിങ്സിൽ നിന്ന് നമ്മൾ ഡിവിഡൻഡ് പേയ്മെൻറ്റ് നടത്തിയ എമൗണ്ട് കുറച്ചിട്ട് കിട്ടുന്ന ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. ഹൈപ്പോത്തസിസിൽ നമ്മുടെ നെറ്റ് ഏർണിങ്സിൽ നിന്ന് ആ ഒരു ഡിവിഡൻഡ് പേയ്മെൻറ്റ് നടത്തിയിൽ നിന്ന് കുറച്ചിട്ടുള്ള കിട്ടുന്നതിനാണ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ 12 lakh മൈനസ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ 12 lakh - 4,50,000 7,50,000 കിട്ടും. അതേപോലെ ഡിവിഡൻഡ് ഒന്നും ഡിക്ലെയർ ചെയ്യുന്നില്ല എങ്കിൽ 12 lakh - ഡിവിഡൻഡ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു 12 lakh ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യും. ഇനി ആ ഒരു പോർഷൻ നമുക്ക് അവിടെ വെക്കാം. ഇനി അടുത്ത നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ട് നമുക്ക് ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണെന്ന് പറയുന്നുണ്ട്. 25 lakhൻ്റെ ഒരു ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിക്ക് 25 ലക്ഷത്തിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് 7,50,000 ഉണ്ട്. അതായത് റീറ്റെയിൻഡ് ഏർണിങ്സിലെ അവർ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ 7,50,000 നമുക്ക് അവൈലബിൾ ആണ്. ഡിവിഡൻഡ് ഡിക്ലെയർ ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് ഫുൾ എമൗണ്ടായ 12 lakh അവൈലബിൾ ആണ്. അപ്പോൾ ഒരു 25 ലക്ഷത്തിൽ നിന്ന് അവൈലബിൾ പ്രോഫിറ്റായ നമുക്ക് റീറ്റെയിൻഡ് ഏർണിങ്സിലെ ആ ഒരു എമൗണ്ട് കൂടി ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു 25 lakh - 7,50,000 ചെയ്യുമ്പോൾ നമുക്ക് 70,50,000 ആണ് നമുക്ക് ഈ ഒരു ന്യൂ ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് നമുക്ക് റേസ് ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു 25 lakh ആണ് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് ഉള്ളത്. പക്ഷെ നമ്മുടെ കയ്യിൽ റീറ്റെയിൻഡ് ഏർണിങ്സ് ആയിട്ട് 7,50,000 ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് 17,50,000 ആ ഒരു എമൗണ്ട് മാത്രമേ റേസ് ചെയ്യണ്ടൂ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്ന കേസിൽ. ഇനി അഥവാ ഡിവിഡൻഡ് ഒന്നും ഡിക്ലെയർ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഏർണിങ്സിൻ്റെ എൻ്റയർ എമൗണ്ടായ 12 lakh നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ 25 ലക്ഷത്തിൽ നിന്ന് 12 ലക്ഷമായ റിട്ടേൺഡ് ഏർണിങ്സ് കൂടി കുറച്ചാൽ 13 ലക്ഷം മാത്രമാണ് ഈ ഒരു നമ്പർ ഓഫ് ന്യൂ ഷെയർസ് ഇഷ്യൂ ചെയ്ത് റേസ് ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറയുന്നത്. 13 ലക്ഷം മാത്രമാണ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടില്ല എങ്കിൽ. ഇനി നമുക്ക് എത്ര നമ്പർ ഓഫ് ന്യൂ ഷെയർസ് ഇഷ്യൂ ചെയ്യണമെന്ന് അറിയാൻ അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര നമ്പർ ഓഫ് ന്യൂ ഷെയർസ് ഇഷ്യൂ ചെയ്യണമെന്ന് മനസ്സിലാവും. അതായത് 17,50,000 ഡിവൈഡഡ് ബൈ 107 ചെയ്യുകയാണെങ്കിൽ 16,355 ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടില്ല എങ്കിൽ 16,355 ഷെയർസ് ഇഷ്യൂ ചെയ്യണം, പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യണം. അഥവാ ഡിവിഡൻഡ് ഒന്നും ഡിക്ലെയർ ചെയ്യുന്നില്ലെങ്കിൽ 13 ലക്ഷം ഡിവൈഡഡ് ബൈ 112 11,607 ഷെയർസ് മാത്രമേ ഇഷ്യൂ ചെയ്യണ്ടൂ. ആ ഒരു ഡിഫറൻസാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വഴിയല്ലാതെ നമുക്ക് നേരത്തെ പറഞ്ഞ ഒരു ഇക്വേഷൻ വഴിയും ഇത് കണ്ടുപിടിക്കാം. ഡെൽറ്റ n = I - E - ND1 ഡിവൈഡഡ് ബൈ P1. I എന്ന് പറയുന്നത് നമുക്കറിയാം 25 lakh ആണ്. E എന്ന് പറയുന്നത് 12 lakh ആണ്. N × D1 എന്ന് പറയുന്നത് 90,000 ആണ്. D1 എന്ന് പറയുന്നത് 5 ആണ്. P1 എന്ന് പറയുന്നത് നമുക്കറിയാം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ 107, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നില്ല എങ്കിൽ 112. അപ്പോൾ ആ ഒരു ഇക്വേഷനിലോട്ട് നമ്മൾ ഈ ഇൻഫോർമേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എമൗണ്ട് I-C-ND1 ഡിവൈഡഡ് ബൈ P1 എന്നുള്ളതിൽ I-25 lakh തന്നെയാണ്, E-12 lakh തന്നെയാണ്. ND1 എന്ന് പറയുന്നത് ഡിക്ലെയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ 90,000 × 5 4,50,000 വരും. ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ എന്ന് പറയുന്നത് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ 107 ആണ്. 16,355 ഷെയർസ്. അത് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്ത സെയിം ആൻസർ തന്നെയാണ് കിട്ടുന്നത്. രണ്ട് മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇനി ഡിവിഡൻഡ് ഒന്നും ഡിക്ലെയർ ചെയ്യുന്നില്ല എങ്കിൽ സെയിം ഇക്വേഷൻ തന്നെയാണ്, പക്ഷേ ആ ഒരു ND1 എമൗണ്ട് അവിടെ ഉണ്ടാവില്ല എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഡിഫറൻസ് വരുന്നത്. I=25 lakh, E-12 lakh, ND1 എന്നുള്ളത് ഇവിടെ ഇല്ലായിരിക്കും, കാരണം ഡിവിഡൻഡ് ഒന്നും ഡിക്ലെയർ ചെയ്യുന്നില്ല. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാത്ത സമയത്ത് P1 എമൗണ്ട് വിൽ ബി 112. അപ്പോൾ ആ ഒരു നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ 11,607 ഷെയർസ് വരും. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ സ്റ്റേറ്റ്മെൻറ്റ് വഴി ചെയ്തപ്പോൾ കിട്ടിയതും. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ 16,355 ന്യൂ ഷെയർസ് ഇഷ്യൂ ചെയ്യണം. ഡിവിഡൻഡ് ഡിക്ലെയർ ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ 11,607 ഷെയർസ് മാത്രമേ ഇഷ്യൂ ചെയ്യണ്ടൂ. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു നമ്മൾ പറഞ്ഞു വാല്യൂ ഓഫ് ഷെയർ റിമെയിൻ അൺഅഫക്റ്റഡ്, പക്ഷെ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ ഹൈപ്പോത്തസിസ് പ്രകാരം പറയുന്ന ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്താലും ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടില്ലെങ്കിലും വാല്യൂ ഓഫ് ഫേം റിമെയിൻ അൺഅഫക്റ്റഡ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ശരി തന്നെയാണോ എന്ന് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ച് പ്രൂവ് ചെയ്യാം. ഇതിനു വേണ്ടി നമ്മളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാണ്. 2 കോളം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാനുള്ളതിന് ഒരു കോളം, അതേപോലെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നില്ല എന്ന് പറയുന്നതിന് വേറൊരു കോളായിട്ട് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അൾട്ടിമേറ്റ്ലി അതിൻ്റെ വാല്യൂവിൽ എന്തെങ്കിലും ഡിഫറൻസ് വരുന്നുണ്ടോ എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ എക്സിസ്റ്റിംഗ് ഷെയർസ് ഉള്ളത് നമ്മുടെ കയ്യിൽ 90,000 ആണ്. അത് ക്വസ്റ്റ്യനിൽ റെഡിലി അവൈലബിൾ ആണ്. അതായത് കമ്പനിയിൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിലും ഇല്ലെങ്കിലും നമ്പർ ഓഫ് ഷെയർസ് 90,000 തന്നെയാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത് ന്യൂ ഷെയർസ് ഇഷ്യൂഡ് എന്ന് പറയുമ്പം ഈ ഒരു 25 lakh ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്പർ ഓഫ് ന്യൂ ഷെയർസ് ടു ബി ഇഷ്യൂഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്. 16,355, അതേപോലെ 11,607. അതായത് നമ്പർ ഓഫ് ന്യൂ ഷെയർസ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഈ ഒരു നമ്പർ തന്നെയാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എൻഡ് ഓഫ് ദ പീരീഡിൽ കമ്പനിയുടെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ 1,06,355 ആയിരിക്കും. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നില്ല എങ്കിൽ നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് 1,01,607 ആയിരിക്കും. എൻഡ് ഓഫ് ദ പീരീഡ് നമ്പർ ഓഫ് ഷെയർസ് കമ്പനിയിൽ ഉണ്ടാവുക. അപ്പോൾ ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ഉണ്ടാവുക. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർ ആണ്. അറ്റ് ദ എൻഡിൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയറിന് വല്ല ഡിഫറൻസും ഉണ്ടോ ഇല്ലയോ എന്നാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ മാർക്കറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ ഈ ഒരു നമ്പർ ഓഫ് ഷെയർസിന് മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ 107 ആണെന്നും ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നില്ല എങ്കിൽ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ 112 ആണെന്നും നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ₹113,79,985. അതേപോലെ നോ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നില്ല എങ്കിലും 113,79,985 തന്നെയാണ്. അപ്പോൾ നമുക്കതൊന്ന് ഇക്വേഷൻ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ സെയിം എമൗണ്ടാണ് കിട്ടുക. അപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ ചെയ്യുന്നതോടെ തന്നെ ഒരു ഹൈപ്പോത്തസിസ് പ്രകാരം വാല്യൂ ഓഫ് ഷെയറും മാർക്കറ്റ് വാല്യൂ ഓഫ് ഫേമും റിമെയിൻ അൺഅഫക്റ്റഡ് ആയിട്ട് നിൽക്കുന്നു നമുക്ക് മനസ്സിലായി. അതാണ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്താലും ഡിക്ലെയർ ചെയ്തിട്ടില്ലെങ്കിലും മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർ അറ്റ് ദ എൻഡ് ഈ ഒരു കമ്പ്യൂട്ട് ചെയ്ത വാല്യൂ ₹113,79,985, ₹113,79,985. ഇതാണ് ഈ ഒരു ഹൈപ്പോത്തസിസിൻ്റെ പറയാനുള്ളത്, കമ്പ്യൂട്ടേഷനും തിയറിറ്റിക്കൽ ആസ്പെക്ട്സും. അപ്പോൾ ഈ ഒരു തിയറിറ്റിക്കൽ ആസ്പെക്ട്സും പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനും പറഞ്ഞു. ഈ ഒരു പാറ്റേണിൽ മാത്രമാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. 3